പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ ചാനലിൽ ഗ്രാമർ ക്ലാസ്സാണ് ഇന്ന് ആരംഭിക്കുന്നത്. നമ്മുടെ 2 ക്ലാസ് ബേസിക് മാത്സ് ഫോർ ഹൈസ്കൂൾ സ്റ്റുഡൻസിന് എടുത്തിരുന്നു. ഇന്ന് നമ്മൾ ഇംഗ്ലീഷിൻ്റെ വ്യാകരണ ക്ലാസ്, ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത്. ഈ ക്ലാസ് ഹൈസ്കൂൾ സ്റ്റുഡൻസ് കേരള സിലബസിനും ഉള്ള ഹൈസ്കൂളിലെ കുട്ടികൾക്കും ഹയർ സെക്കൻഡറി കുട്ടികൾക്കും ഉപയോഗിക്കാം. കൂടാതെ 5 മുതലുള്ള 5th സ്റ്റാൻഡേർഡ് മുതലുള്ള CBSE കുട്ടികൾക്കും ഈ ക്ലാസ് വളരെയധികം പ്രയോജനപ്പെടും. അതുമാത്രമല്ല, ഒരു PSC പരീക്ഷയ്ക്കും അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് മെയിൻ എടുത്ത് പഠിക്കുന്ന കുട്ടികൾ, ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഈ വ്യാകരണ ക്ലാസ്, നമ്മുടെ തുറന്നു വരുന്ന ക്ലാസ്സുകളെല്ലാം അവർക്കെല്ലാം പ്രയോജനപ്രദമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്ലാസ് ആരംഭിക്കുകയാണ്. എല്ലാവർക്കും എല്ലാ വിജയങ്ങളും നേർന്നുകൊണ്ട് ഞാൻ ക്ലാസ് ആരംഭിക്കട്ടെ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് ആർ ദ ഫോംസ് ഓഫ് വേർബ്സ്? ഇംഗ്ലീഷിൽ ഒരു പ്രധാന ക്രിയയ്ക്ക് എത്ര രൂപങ്ങളുണ്ട് എന്ന് വളരെ ഗ്രാമറിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ട് ക്ലാസ്സാണ് ഇന്ന് വരിക. നമുക്കറിയാം, ഇൻ ഇംഗ്ലീഷ് എ മെയിൻ വേർബ് ഹാസ് 5 ഫോംസ്. ഇംഗ്ലീഷ് ഒരു ക്രിയയ്ക്ക് 5 രൂപങ്ങളുണ്ട്. ഞാനിവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. There are 5 forms. First one is base form അല്ലെങ്കിൽ present plural form. രണ്ടാമത്തെ ക്രിയയുടെ രൂപം എന്ന് പറയുന്നത് yes form അല്ലെങ്കിൽ present singular form ആണ്. Third one is ing form or present participle form. Fourth one is past form and fifth one is past participle form. അപ്പോൾ ഇംഗ്ലീഷിൽ ക്രിയയ്ക്കുള്ള 5 രൂപങ്ങൾ എന്ന് പറയുന്നത് ബേസ് ഫോം ഓർ പ്രസൻറ്റ് പ്ലൂറൽ ഫോം, എസ് ഫോം ഓർ പ്രസൻറ്റ് സിംഗുലർ ഫോം, ING ഫോം ഓർ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫോം, പാസ്റ്റ് ഫോം ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. യു ക്യാൻ സീ ഓൾ ദീസ് 5 ഫോംസ് were written on the board. Okay. Next. Then we are going to discuss each and every form in detail. That means how can we form, or what is the base form of a verb, and how can we form the S form of a verb, how can we form or make the ING form of the verb, and what are the past form and past participle form, that we are going to discuss. Okay, first one, base form. ബേസ് ഫോം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ കോമൺ ഫോം. ഇറ്റ് ഈസ് ദ കോമൺ ഫോം ഓഫ് എ വേർബ്. ഒരു ക്രിയയുടെ സാധാരണയായി ഉപയോഗിക്കുന്ന രൂപമാണ് അതിൻ്റെ ബേസ് ഫോം അല്ലെങ്കിൽ പ്രസന്റ് പ്ലൂരൽ ഫോം. ഫോർ എക്സാമ്പിൾ, റീഡ് ഓർ come, read, come, write, go, play, sit, stand, run, etc. അപ്പോൾ ഒരു ക്രിയയുടെ ബേസ് ഫോം എന്ന് പറഞ്ഞാൽ read, come, write, go, play, sit, stand, run. All these forms are called the base form. ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കുക ഓടുക, ചാടുക, നടക്കുക, കാണുക, ഇരിക്കുക, അങ്ങനെ സാധാരണ പറയുന്ന അല്ലെങ്കിൽ റൂട്ട് ഫോമാണ്. ഒരു ക്രിയയുടെ സാധാരണ രൂപമാണ് ബേസ് ഫോം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എസ് ഫോം. ലിസൺ ടു മീ. ഐ എം ഗോയിങ് ടു എക്സ്പ്ലെയിൻ ഹൗ ക്യാൻ വി മേക്ക് or how can we form the S form of a verb. Second point. S form അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരുണ്ട് പ്രസന്റ് സിംഗുലർ ഫോം. അപ്പോൾ how can we make or form the present singular form of a verb or S form of a verb? In order to make the S form of a verb, we have to add S, ES, IES to the base form.
in order to make this form. Listen to me. In order to make the S form of a verb, we have to add S, ES, IES to the base. S, ES, IES to the base form. In Malayalam, ഒരു ക്രിയയുടെ എസ് ഫോം ഉണ്ടാക്കുന്നതിന് അതിൻ്റെ ബേസ് ഫോമിനോടുകൂടി എസ്, ഇ എസ്, ഐ എസ് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി. ഒരു ക്രിയയുടെ എസ് ഫോം ഉണ്ടാക്കുന്നതിന് അതിൻ്റെ ബേസ് ഫോമിനോടുകൂടി എസ്, ഇ എസ്, ഐ എസ് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി. എക്സാമ്പിൾ, റീഡ്, എസ് ഫോം reads. Walk, yes form walks. Come, yes form comes. Write, yes form writes. Listen to me. Read, reads, walk, walks, come, comes, write, writes. Here you can see first two verbs ends in a consonant. ആദ്യത്തെ രണ്ട് ക്രിയ ഒരു വ്യഞ്ജനാക്ഷരത്തിലാണ് അവസാനിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ക്രിയ ഇ എന്ന് പറയുന്ന സ്വരാക്ഷരത്തിലാണ് അവസാനിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ടു verbs end in a consonant and the next two verbs ends in e. In that case we have to add s to the base form. ഒരു ക്രിയ വ്യഞ്ജനാക്ഷരത്തിലോ അല്ലെങ്കിൽ ഇ എന്ന് പറയുന്ന സ്വരാക്ഷരത്തിലോ ആണ് അവസാനിക്കുന്നതെങ്കിൽ ആ ക്രിയകളോടുകൂടി എസ് ചേർത്തുകൊണ്ടാണ് അതിൻ്റെ എസ് ഫോം രൂപീകരിക്കുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ, ഏത് ക്രിയയിലാണ് നമ്മൾ ഇ എസ് ചേർക്കുക എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ അവിടെ ഒരു വര ഇട്ടിട്ട് സെപ്പറേറ്റ് എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. അടുത്ത എക്സാമ്പിൾ പറയുന്നു, ഗോ, ഗോസ്. അതോടൊപ്പം തന്നെ ഡു, ഡസ്. ഡു എന്ന് പറയുന്നതിൻ്റെ എസ് ഫോം ഡസ് ആണ്. വാഷ്, അതിൻ്റെ എസ് ഫോം വാഷസ്. ടീച്ച് എന്ന് പറയുന്നതിൻ്റെ എസ് ഫോം ടീച്ചേഴ്സ്. ക്യാച്ച്, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വേറൊരു രണ്ടക്ഷരം പാസ്, അതിൻ്റെ എസ് ഫോം പാസസ്. ശ്രദ്ധിക്കുക, ആദ്യത്തെ രണ്ട് ക്രിയ ഓ എന്ന് പറയുന്ന സ്വരാക്ഷരത്തിലും അതിനടുത്ത ക്രിയകൾ എസ് എച്ച്, സി എച്ച്, എസ് എസ് തുടങ്ങിയ അക്ഷരങ്ങളിലുമാണ് അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു നിയമം നമുക്ക് പറയാം, ഒരു വ്യാകരണ റൂൾ, ഗ്രാമർ റൂൾ പറയാം. ഇഫ് ദ വേർബ് എൻഡ്സ് ഇൻ ഓ or in ch, sh, ss, z, we have to add es to the base form in order to make their s form. ഉദാഹരണത്തിന് മലയാളത്തിൽ പറയാം, ഒരു ക്രിയ ഓ എന്ന് പറയുന്ന സ്വരാക്ഷരത്തിലോ അല്ലെങ്കിൽ സി എച്ച്, എസ് എച്ച്, എസ് എസ്, ഇസഡ് ഉണ്ട്, ഇസഡ് തുടങ്ങിയ അക്ഷരങ്ങളിലോ ആണ് അവസാനിക്കുന്നതെങ്കിൽ അത്തരം ക്രിയകളോടുകൂടി ഇ എസ് ചേർത്തുകൊണ്ടാണ് അതിൻ്റെ എസ് ഫോം രൂപീകരിക്കുന്നത്. അപ്പോൾ ഒരു ക്രിയ ഓ എന്ന സ്വരാക്ഷരത്തിലോ സി എച്ച്, എസ് എച്ച്, എസ് എസ്, ഇസഡ് തുടങ്ങിയ അക്ഷരങ്ങളാണ് അവസാനിക്കുന്നതെങ്കിൽ അത്തരം ക്രിയകളോടുകൂടി ഇ എസ് ചേർക്കണം. അടുത്ത് മൂന്നാമത്തെ ടൈപ്പ് എക്സാമ്പിൾ, എവിടെയാണ് ഇ എസ് ചേർക്കുക? നിങ്ങളൊരു വര ഇപ്പോൾ എഴുതിയ ഉദാഹരണത്തിന് ഒരു വരയിട്ടിട്ട് അടുത്ത എക്സാമ്പിൾ എഴുതുമ്പോൾ സെപ്പറേറ്റ് റൂളിനെ ബേസ് ചെയ്ത് എഴുതുന്ന ഉദാഹരണമാണ് നിങ്ങൾ മനസ്സിലാവും. ഉദാഹരണത്തിന് സ്റ്റഡി, സ്റ്റഡീസ്, ഫ്ലൈ, ഫ്ലൈസ്, ക്രൈ, ക്രൈസ്. ഈ ഉദാഹരണത്തിൽ നിങ്ങൾ കാണുന്നു ക്യാരി, ക്യാരീസ്. ശ്രദ്ധിക്കുക, ഇവിടെ നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്നു? സ്റ്റഡി, സ്റ്റഡീസ്.
fly flies, cry cries, carry carries. Here you can see all these words end in Y. The final letter of the written verbs is Y. And you can see the preceding letter is a consonant here. D, L, R, again R. All the preceding letter is a consonant. എല്ലാ വായിക്ക് തൊട്ട് മുമ്പുള്ള അക്ഷരം ലെറ്റർ ഒരു വ്യഞ്ജനാക്ഷരമാണ്. ഇൻ ദാറ്റ് കേസ് യു ഹാവ് ടു റിമൂവ് വൈ ആൻഡ് ആഡ് ഐ എസ്. ഒരു ക്രിയ വൈയിൽ അവസാനിക്കുകയും അതിന് തൊട്ട് പിന്നിൽ ഒരു വ്യഞ്ജനാക്ഷരം വരികയും ചെയ്താൽ വൈ മാറ്റി ഐ എസ് ചേർക്കണം. ഒരു ക്രിയ വൈയിൽ അവസാനിക്കും, തൊട്ട് പിന്നെ വ്യഞ്ജനാക്ഷരം വരികയും ചെയ്താൽ വൈ മാറ്റി ഐ എസ് ചേർക്കണം. ദെൻ ശ്രദ്ധിക്കുക, അപ്പം ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാം. അപ്പം ദെൻ ഇംഗ്ലീഷ് വി ക്യാൻ സേ ഇഫ് ദ verb ends in y and it is preceded by a consonant, remove y and add ies. Okay, next ing form എങ്ങനെയാണ് രൂപീകരിക്കുന്ന ആൾ പറയുന്നത്. തേർഡ് പോയിന്റ് ing ഫോം. ing ഫോമിന്റെ മറ്റൊരു പേര് present participle form. How can we make the present participle form of the word? How can we make this form of a word? അതിൻ്റെ നിയമം, in order to make the ing form of a verb, we have to add ing. We have to add ing to the base form. ഒരു ക്രിയയുടെ ing ഫോം ഉണ്ടാക്കുന്നതിന് അതിൻ്റെ ബേസ് ഫോമിനോടുകൂടി ing ചേർത്താൽ മതി. ഒരു ക്രിയയുടെ ബേസ് ഫോമിനോടുകൂടി ing ചേർത്തുകൊണ്ടാണ് അതിൻ്റെ ing ഫോം ഉണ്ടാക്കുന്നത്. ഓക്കെ, യു ക്യാൻ സീ വാട്ട് ഇസ് ദ റൂൾ ഈസ് യൂസ് ടു മേക്ക് ദ ing ഫോം ഓഫ് ദി വേർഡ്. എക്സാമ്പിൾ നിങ്ങൾ നോക്കുക. ഫസ്റ്റ് എക്സാമ്പിൾ അല്ലെങ്കിൽ ആദ്യത്തെ ഉദാഹരണം ഞാൻ പറയുന്നു. റീഡ്, റീഡിങ്. പ്ലേ, PLAY, പ്ലേ, PLAYING, playing. walk, 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 walking. Then വേറെ ഉദാഹരണം, go, 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 going. അപ്പൊ ഇവിടെ ക്രിയയുടെ ing ചേർത്തുകൊണ്ട് ing ഉണ്ടാക്കിയിരിക്കുന്നു. ബേസ് ഫോമിനോടുകൂടി വെറുതെ നമ്മൾ ing മാത്രം ചേർത്തുകൊണ്ട് ing രൂപം ഉണ്ടാക്കിയിരിക്കുന്നു. എന്നാൽ വേറെ ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കുക. കം, കമ്മിങ്. ഇവിടെ ഈ എന്ന് പറയുന്ന സ്വരാക്ഷരത്തിൽ അവസാനിക്കുന്നു. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെയുള്ള റൂളും കൂടെ പറയാം. സബ്ബായിട്ട് റൂൾ എഴുതാം, നമ്മൾ പറയാം. If the verb ends in E and it is preceded by a consonant, and it is preceded by a consonant, it is preceded by a consonant, remove E and add ing. അപ്പോൾ if the verb ends in E and it is preceded by a consonant, remove E and add ing. ഒരു ക്രിയ ഈയിൽ അവസാനിക്കുകയും അതിന് തൊട്ട് പിന്നിൽ ഒരു വ്യഞ്ജനാക്ഷരം വരികയും ചെയ്താൽ ഈ മാറ്റി ing ചേർക്കണം. ഒരു ക്രിയ ഈയിൽ അവസാനിക്കുകയും അതിന് തൊട്ടു പിന്നിൽ ഒരു വ്യഞ്ജനാക്ഷരം വരികയും ചെയ്താൽ ഈ മാറ്റി ing ചേർക്കണം. എക്സാമ്പിൾ, കം, കമ്മിങ്ങിൽ നിങ്ങൾ കാണുന്നു COMING എഴുതരുത്. റൈറ്റ്, RIT, റൈറ്റിൽ ഫൈനൽ ലെറ്റർ ഇ ആണ്. തൊട്ടുമ്പിൽ വ്യഞ്ജനാക്ഷരം വന്നിരിക്കുന്നു.
ഈ മാറ്റി ING ചേർക്കണം. റൈഡ് എന്ന് പറയുന്ന ക്രിയയിലും അവസാനം ഈ തൊട്ട് പിന്നിൽ വ്യഞ്ജനം ഈ മാറ്റി ING ചേർത്തിരിക്കുന്നു. അടുത്ത ഉദാഹരണം ടേക്ക് ആണ്. അതിൻ്റെ ING ഫോം ടേക്കിംഗ് ആണ്. ഈ മാറ്റി ING ശ്രദ്ധിക്കുക. അപ്പൊ കമ്മിങ്, റൈറ്റ് റൈറ്റിംഗ്, റൈഡ് റൈഡിംഗ്, ടേക്കിംഗിൽ ഫൈനൽ ലെറ്റർ ഇ ആണ്. പ്രൊസീഡിംഗ് ലെറ്റർ ഒരു കോൺസണന്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ മാറ്റി ING ചേർത്തിരിക്കുന്നു. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത റൂൾ പറയുന്നു, if the verb ends in a consonant, a separate rule ആണ്. If the verb ends in a consonant, consonant, the verb in a consonant, and it is preceded by a vowel, double the consonant, and add ING. അപ്പോൾ ശ്രദ്ധിക്കുക, if the verb ends in a consonant and it is preceded by a vowel, double the consonant and add ING. ഒരു ക്രിയ വ്യഞ്ജനാക്ഷരത്തിൽ അവസാനിക്കുകയും അതിന് തൊട്ടു പിന്നിൽ ഒരു സ്വരാക്ഷരം വരികയും ചെയ്താൽ വ്യഞ്ജനാക്ഷരം ഇരട്ടിക്കുകയും ING ചേർക്കുകയും വേണം. ഒരു ക്രിയ വ്യഞ്ജനാക്ഷരം അവസാനിക്കും, തൊട്ടു പിന്നിൽ സ്വരാക്ഷരം വരികയും ചെയ്താൽ വ്യഞ്ജനാക്ഷരം ഇരട്ടിക്കുകയും ING ചേർക്കുകയും വേണം. എക്സാമ്പിൾ ശ്രദ്ധിക്കുക. RUN, run, RUNN, ING, running. CUT, cut, CUTT, ING, cutting. LET, let, LETT, ING, letting. SET, set, SETT, ING, setting. ഇവിടെ എല്ലാം നിങ്ങൾ കാണുന്നത് ഫൈനൽ ലെറ്റർ ഈസ് എ കോൺസണന്റ്, പ്രിസീഡിംഗ് ലെറ്റർ ഈസ് എ വവൽ. ആ കേസിൽ വ്യഞ്ജനാക്ഷരം ഇരട്ടിച്ച് ING ചേർക്കുന്നു. എന്നാൽ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, READ റീഡിലും EAT ഈറ്റ് എന്ന് പറയുന്ന വാബിലും നിങ്ങൾ കാണുന്നത് ഫൈനൽ ലെറ്റർ ഒരു കോൺസണന്റ് ആണ്, വ്യഞ്ജനാക്ഷരമാണ്. തൊട്ടിപ്പുറത്ത് ഇവിടെ എ വന്നിരിക്കുന്നു, ഇവിടെയും എ വന്നിരിക്കുന്നു. പക്ഷേ ഈറ്റിങ്ങിൽ TT ഇല്ല, ഒരു T ഉള്ളൂ. റീഡിങ്ങിൽ DD ഇല്ല, ഒരു D ഉള്ളൂ. ഇറ്റ് ഈസ് ബിക്കോസ് ദ പ്രിസീഡിംഗ് letters, two letters are vowel. തൊടുമ്പോൾ രണ്ട് അക്ഷരങ്ങൾ സ്വരങ്ങളായതുകൊണ്ട് ഇരട്ടിക്കേണ്ടതില്ല. ഓക്കെ, നെക്സ്റ്റ് എന്താണ് നമ്മുടെ നിയമം? അടുത്ത നിയമമല്ല, അടുത്ത ക്രിയകളുടെ രൂപം എന്ന് പറയുന്നതിൽ നാലാമത്തത് പാസ്റ്റ് ഫോമാണ്. എങ്ങനെയാണ് പാസ്റ്റ് ഫോം രൂപീകരിക്കുക? പാസ്റ്റ് ഫോം രൂപീകരിക്കുന്നത് in order to make the past form, in order to make the past form of a verb, we have to add D, ED, D, ED, D, T. That add EDDT or EDDT to the base form, or change the inside vowel of the base. Okay, so in order to make the past form of a verb, we have to add EDD, T, or we can change the inside vowel of the base. മലയാളം ഒരു ക്രിയയുടെ പാസ്റ്റ് ഫോം ഉണ്ടാക്കുന്നതിന് ക്രിയയുടെ ബേസ് ഫോമിനോട് കൂടി
ED, DT എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ചേർക്കുകയോ അല്ലെങ്കിൽ ആ ക്രിയയുടെ സ്വരാക്ഷരത്തിനുള്ളിലെ ആ ക്രിയയുടെ ബേസ് രൂപത്തിനുള്ളിലെ സ്വരാക്ഷരത്തെ മാറ്റിക്കൊണ്ടും നമുക്ക് അതിൻ്റെ പാസ്റ്റ് ഫോം ഉണ്ടാക്കാം. ശ്രദ്ധിക്കുക, ഒന്നുകിൽ നമുക്ക് ED ചേർക്കാം, DT ചേർക്കാം. അത് കോമൺ റൂളാണ്. ED ചേർത്താണ് സാധനം ഉണ്ടാക്കുന്നത്. ചിലതിൽ D ആണ്, ചിലപ്പോൾ T എഴുതാറുണ്ട്. ഇനി പരമപ്രധാനമായ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കൂടുതൽ ക്രിയകളുടെ ഇറഗുലർ വേർബ്സ് ആണെങ്കിൽ അതിൻ്റെ ബേസ് രൂപത്തിലുള്ള സ്വരാക്ഷരത്തെ വവ്വലി നമ്മൾ ചേഞ്ച് ചെയ്യുന്നു. അങ്ങനെയാണ് പാസ്റ്റ് ഉണ്ടാക്കുന്നത്. എക്സാമ്പിൾ ശ്രദ്ധിക്കുക. ഉദാഹരണത്തിന് WALK walk, WALK ED walk, LWK look, LWK ED look, SEND send, അതിൻ്റെ പാസ്റ്റ് സെൻഡ് ആണ്. അവിടെ D മാറ്റിയാണ് T ചേർക്കുന്നത്. നമ്മൾ റൂൾ പറയുമ്പോൾ EDDT ആഡ് ചെയ്യുന്നത് പറയുന്നു. ഉദാഹരണത്തിന് സ്പെൻഡ് ആണെങ്കിൽ SPEND സ്പെൻഡ് ഉപയോഗിക്കുന്നു. ഫ്ലീ ആണെങ്കിൽ ഫ്ലഡ് ആണ്. അങ്ങനെയൊക്കെ ചില ക്രിയകളുണ്ട്. ഇനി ചിലതിൽ EDDT നമ്മൾ ചേർക്കാം. ചില ക്രിയകളിൽ നമ്മൾ അതിൻ്റെ സ്വരാക്ഷരം മാറ്റുന്നു, ബേസ് രൂപത്തിനുള്ളിലെ സ്വരാക്ഷരത്തെ മാറ്റുന്നു. ഫോർ എക്സാമ്പിൾ, റൈറ്റിൻ്റെ പാസ്റ്റ് റോട്ടാണ്, കമ്മിൻ്റെ പാസ്റ്റ് കെയിം, റൈഡിൻ്റെ പാസ്റ്റ് റോഡ്, ഗീവ് അതിൻ്റെ പാസ്റ്റ് ഫോം ഗെയ്വ്. ശ്രദ്ധിക്കുക, ഐ ചേഞ്ച് ചെയ്ത് ഓയാക്കി, ഇവിടെ ഓ ചേഞ്ച് ചെയ്ത് എയാക്കി, എഗെയിൻ ഐ ചേഞ്ച് ചെയ്ത് ഓയാക്കി, ഐ ചേഞ്ച് ചെയ്ത് എയാക്കി. അപ്പോൾ റൈറ്റ്, റോഡ്, കം, കെയിം, റൈഡ്, റോഡ്, ഗിവ്, ഗേവ്. ഇത്തരം ക്രിയകളെ ഇറഗുലർ വേർബ്സ് എന്ന് പറയും, അല്ലെങ്കിൽ ഇവയെ സ്ട്രോങ് വേർബ്സ് എന്ന് പറയും. ക്രിയകളൊക്കെ പല രീതിയിൽ തിരിക്കുന്നുണ്ട്. അതിൻ്റെ ഡിവിഷൻസ് ഒക്കെ വരുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, എന്നാൽ ഒരു ചെറിയ പോയിന്റും കൂടി ഇതിനകത്തുണ്ട്. ഇഫ് ദ വേർബ്സ് ബേസ് ഫോം ആൻഡ് പാസ്റ്റ് ഫോം സെയിം ആയ ക്രിയകൾ ഇംഗ്ലീഷിലുണ്ട്. ഇൻ സം വേർബ്സ് the base form and the past form, base form and the past form are the same. ചില ക്രിയകളിൽ, കുറച്ച് ക്രിയകളിൽ അതിൻ്റെ ബേസ് ഫോമും പാസ്റ്റ് ഫോമും ഒന്ന് തന്നെയാണ്. ചില ക്രിയയുടെ ബേസ് ഫോം പാസ്റ്റ് ഫോം ഒന്ന് തന്നെയാണ്. എക്സാമ്പിൾ, പുട്ട് അതിൻ്റെ പാസ്റ്റ് പുട്ട് തന്നെ. കട്ട് അതിൻ്റെ പാസ്റ്റ് കട്ട് എന്ന് തന്നെയാണ്. LET ലെറ്റ് തന്നെയാണ് പാസ്റ്റ് ഫോം. ഇനി SET സെറ്റ് ആണെങ്കിൽ അതിൻ്റെ പാസ്റ്റ് ഫോം സെറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇൻ സം വേർബ് ബോത്ത് ദ ഫോം, ദാറ്റ് മീൻസ് ബേസ് ഫോം ആൻഡ് ദ പാസ്റ്റ് ഫോം ആർ ദ സെയിം, നോ ഡിഫറൻറ്റ്. അടുത്ത പോയിന്റ്, എങ്ങനെയാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം? അപ്പോൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം അപ്പോൾ നേരത്തെ പോലെ തന്നെയാണ് റൂളും ഭൂരിഭാഗവും. ഇൻ ഓർഡർ ടു മേക്ക് ദ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, in order to make the past participle form, we have to add ED, DTN to the base. ഇപ്പോൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ടാക്കാനുള്ള കോമൺ റൂൾ പറയുന്നു, ഒരു ക്രിയയുടെ ബേസ് ഫോമിനോട് കൂടി ED, DTN എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ചേർത്തുകൊണ്ട് അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ടാക്കാം. In order to make the past participle form, you have to add ED, DTN to the base form. Okay, example, walk അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം walked തന്നെയാണ്. LWK ലുക്ക് ആണെങ്കിൽ LWK ED ലുക്ക് തന്നെയാണ്. BUILD ബിൽഡ് ആണെങ്കിൽ അതിൻ്റെ പാസ്റ്റ് ഫോം ബിൽറ്റ് ആണ്. എന്നാൽ ടേക്ക് ആണെങ്കിൽ
അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ടേക്കൺ ആണ്, TAKEN, ടേക്കൺ. എന്നാൽ നമുക്ക് ഗീവ് ആണ് വേർബിൻ്റെ ബേസ് ഫോം, അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഗിവൺ ആണ്. ഒരു കോമൺ റൂളാണ് പറയുന്നത്. സ്പെല്ലിങ്ങിൽ ചിലപ്പോൾ സ്പെൻഡൊക്കെയാണ് SPNT ആണ്. ഇനി ചിലതിൽ ഷോവ്ഡ് അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഷോൺ ആണ്. അപ്പോൾ എൻ ചേർത്ത് അങ്ങനെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ടാക്കുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ വി ഹാവ് കംപ്ലീറ്റഡ് all the forms of a verb in English. ഇനി നമുക്കറിയാം കുറച്ച് ക്രിയകളുടെ 5 രൂപങ്ങളുമാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ 5 ഫോംസിന് ഉള്ള എക്സാമ്പിൾ എങ്ങനെ ഡിസ്കസ് ചെയ്യാം അതാണ് പറയുന്നത്. The following are the 5 forms of some verbs. ഏതാനും ക്രിയകളുടെ 5 രൂപങ്ങൾ താഴെ കൊടുക്കും. എങ്ങനെയാണ് ഫോം, നമുക്ക് രൂപങ്ങൾ എങ്ങനെ ഫോം ചെയ്യാം. ഉദാഹരണം, റീഡ് ആണെങ്കിൽ റീഡ്, റീഡ്സ്, റീഡിങ്, റെഡ്, റെഡ്. അപ്പോൾ റീഡ്, റീഡ്സ്, റീഡിങ്, റെഡ്. രണ്ടാമത്തെ എക്സാമ്പിൾ കം, കംസ്, coming, came, come. മൂന്നാമത്തെ ഉദാഹരണം run, runs, running, run, run. Base form, S form, ING form, past participle form. Present plural, present singular, present participle, past and past participle form. നാലാമത്തെ ഉദാഹരണം STUDY, study. നിങ്ങൾ അതിൻ്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. STUDIS ആണ് സ്റ്റഡീസ്. ബഹുഭൂരിഷം കുട്ടികൾ STUDYS എന്നുള്ളത് സ്റ്റഡീസ്. അതോടൊപ്പം തന്നെ സ്റ്റഡിയിങ്, STUDYING. കൂടുതൽ കുട്ടികൾ STUDING സ്റ്റുഡിങ് എന്നാണ് എഴുതുന്നത്. STUDYING സ്റ്റഡിയിങ് ആണ് ING ഫോം. അടുത്തതിൻ്റെ പാസ്റ്റ് ഫോം എന്ന് പറയുന്നത് STUDIED ആണ്. പാസ്റ്റ് പാർട്ടിസിപ്പിളും STUDIED ആണ്. ശ്രദ്ധിക്കുക, സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. അഞ്ചാമത്തെ ഉദാഹരണം നമുക്കറിയാം. ഇപ്പോൾ റൈറ്റ്, WRIT, റൈറ്റ്, റൈറ്റ്സ്, WRITS. അടുത്ത റൈറ്റിംഗ്, WRITING, റൈറ്റ്. അടുത്ത പാസ്റ്റ് ഫോം എന്ന് പറയുന്നത് റോട്ടാണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം റിട്ടേൺ. ശ്രദ്ധിക്കുക, റൈറ്റ്, റൈറ്റിംഗ്, റോഡിലെ 1 T, റിട്ടേണിൽ 2 T ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ക്രിയകളുടെ രൂപങ്ങൾ 5 രൂപങ്ങൾ ഏകദേശം എങ്ങനെ ഫോം ചെയ്യുക. ഇങ്ങനെ 100 കണക്കിന് വേർബ്സ് ഉണ്ട്. ആ വേർബ്സിൻ്റെ എല്ലാ രൂപങ്ങളും നിങ്ങൾ എഴുതി ശീലിക്കുക. എല്ലാ ക്രിയകളും നമ്മളിപ്പം ക്രിയകളുടെ രൂപങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ഏകദേശം നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്, വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങൾ ഈ ക്ലാസ് നിങ്ങൾ ശ്രദ്ധിക്കുക, നോട്ട് എഴുതി ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് നോട്ട് തന്നെ എഴുതണം. എന്നിട്ട് നിങ്ങൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുട്ടികളെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.